വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ. കേട്ടറ്റിന്റെ പുതിയ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ സാധാരണഗതിയിൽ DLED കഴിഞ്ഞ അതല്ലെങ്കിൽ BEd കഴിഞ്ഞ ഒരാള് എന്തായാലും ക്വാളിഫൈ ചെയ്യേണ്ട ഒരു എക്സാം ആണ് കേട്ടറ്റ് എന്നുള്ളത്. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ കേട്ടറ്റ് എക്സാം എഴുതാൻ പോകുന്നുണ്ട്, ഞാനും കേട്ടറ്റ് എക്സാം എഴുതാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ഭൂരിഭാഗം കുട്ടികളും കേട്ടറ്റ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഞങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, ഞങ്ങളുടെ സിലബസ് എന്താണ്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് പോകുന്നത്, അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ ലാംഗ്വേജ് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മുടെ സബ്ജക്ട് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് കാറ്റഗറി 1 എഴുതാൻ പറ്റുന്നത്, കാറ്റഗറി 2 എഴുതാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്, 3 എഴുതാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇങ്ങനെ ബേസിക് ആയിട്ട് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ ആ എക്സാമിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതറിയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അങ്ങനെ കേട്ടറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ സൈറ്റിലൊക്കെ കയറി എന്ത് ചെയ്യും, സിലബസ് എടുക്കും. സിലബസ് എടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം വലിയ ഒരു സിലബസ് ആണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. അത് നമ്മൾ വിചാരിക്കും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയല്ലേ നമുക്ക് സാധിക്കും എന്നുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറെ കാര്യങ്ങളൊക്കെ വലിച്ചു വാരി പഠിച്ചു വെക്കും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഏതാണ് ഇതൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ നമ്മൾ എന്തൊക്കെയോ പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യും. റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ അവിടെ എന്താണ് 2 or 3 മാർക്കിന് ചിലപ്പോൾ നമ്മൾ ഫെയിൽ ആയിട്ട് പോകും. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സിലബസിനെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാതെ എക്സാം അറ്റൻഡ് ചെയ്യരുത്. അപ്പൊ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും, കഴിഞ്ഞ തവണ എക്സാം എഴുതി ഡിസ്ക്വാളിഫൈ ആയിട്ടുള്ള കുട്ടികളും ഈ വരാൻ പോകുന്ന ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ ടീം സൈലം കേട്ടറ്റ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാറ്റഗറി 1-നും കാറ്റഗറി 2-ക്കും കാറ്റഗറി 3-ക്കുമാണ് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാറ്റഗറി 1-ന് 1499 രൂപയും കാറ്റഗറി 2-ന് 1999 രൂപയുമാണ് നമ്മൾ ഫീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ ടീം സൈലം ഇവിടെ ഫുൾ സെറ്റ് ആണ്. അതായത് നമ്മുടെ ക്ലാസ്സുകൾ 8-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒട്ടും വൈകിട്ടില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള ക്ലാസ്സുകളുടെ റെക്കോർഡഡ് വേർഷൻ നിങ്ങളുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോ ഇവിടെ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആപ്പിൽ കണ്ടിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സിന്റെ ഒരു ലൈവ് സെഷൻസും നിങ്ങൾക്ക് വീക്കിലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പഠിച്ച കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ കിട്ടിയിട്ടുണ്ടോ, മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിവിഷൻ ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. 6 മാസം അതല്ലെങ്കിൽ നമ്മുടെ എക്സാം വരെയുമാണ് നമ്മൾ കോഴ്സുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട്, സ്റ്റഡി സ്ട്രാറ്റജി നമുക്കുണ്ട്. എങ്ങനെയാണ് അതല്ലെങ്കിൽ ഏത് ഏരിയയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെ നോക്കിയാണ് കൂടുതൽ ചോദ്യങ്ങൾ വരേണ്ടത്, അതല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന കേട്ടിട്ട് തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ സിലബസ് എന്താണെന്ന് അറിയണം അല്ലെ. അതിൽ തന്നെ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയണം. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കിയാൽ അപ്പൊ മറന്നു പോകണ്ട. എന്ത് ചെയ്യാ, നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. എല്ലാ ടീച്ചേഴ്സും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഇതൊക്കെ പറഞ്ഞു തരും. അപ്പോ ഇങ്ങോട്ടേക്ക് പോരാ, നമ്മളിവിടെ സെറ്റാണ്. അപ്പോ നമ്മൾക്ക് അറിയാം കേട്ടറ്റ് കാറ്റഗറി 1-ഉം കാറ്റഗറി 2-ന്റെയും ഏകദേശം നമുക്ക് ഒരേപോലെയുള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ട്. ഇപ്പൊ സൈക്കോളജി എടുത്ത് നോക്കുവാണെങ്കിലും ലാംഗ്വേജിന്റെ പോർഷൻ ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിലും അവിടെ സിലബസ് ഏതാണ്ടൊക്കെ ഒരേപോലെയാണ് പോകുന്നത്. അപ്പോ കേട്ടറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. നമ്മൾ DLED കഴിഞ്ഞു, BEd കഴിഞ്ഞു, ഇനി നാളെ മുതൽ ഒരു സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോവാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആരും നമുക്ക് അവിടെ എന്ത് ചെയ്യില്ല, ജോലി തരാനായിട്ട് ഉണ്ടാവില്ല. കാരണം അതിനു മുന്നേ നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ട ഒരു എക്സാം ആണ് ഈ കേട്ടറ്റ് എന്ന് പറയുന്നത്. ഒരു സ്കൂളിലേക്ക് കയറി ചെല്ലണമെങ്കിൽ നമ്മുടെ കൂടെ നമ്മൾ പഠിച്ച സർട്ടിഫിക്കറ്റുകളുടെ കൂട്ടത്തിൽ എന്തുണ്ടായിരിക്കണം, ഈ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ മറന്നു പോവേണ്ട, കേട്ടറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മള് ഇവിടെ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റ് കാറ്റഗറി 1-ന്റെയും കേട്ടറ്റ് കാറ്റഗറി 2-ന്റെയും സിലബസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനുമാണ്. ഇതുവരെയും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, പരീക്ഷാ ഭവൻ അടുത്ത എക്സാമിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ
പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ കൊറോണയ്ക്ക് മുന്നേ വരെ നമുക്ക് വർഷത്തിലെ 3 എക്സാം ആണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കൊറോണയ്ക്ക് ശേഷം വർഷത്തില് 2 എക്സാം ആണ് ഇപ്പൊ കേട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇഷ്ടംപോലെ പിള്ളേര് പഠിച്ചിറങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഫുള്ള് ജോലി കൊടുക്കുക എന്നുള്ളത് നടപ്പാവുന്ന കാര്യമല്ല. അപ്പൊ ഈ പഠിച്ചിറങ്ങുന്നവരിലെ എഫിഷ്യന്റ് ആയിട്ടുള്ള കഴിവുള്ള കുട്ടികൾ മാത്രം എങ്ങോട്ടേക്ക് വന്നാൽ മതി, ടീച്ചിങ് ഫീൽഡിലോട്ട് വന്നാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാം അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ അതിന് ആവശ്യമാണ്. ഇപ്പൊ കേട്ടിട്ട് കാറ്റഗറി 1 ആണെങ്കിലും 2 ആണെങ്കിലും 150 മാർക്കിലാണ് എക്സാം നടക്കുന്നത്. 2.5 മണിക്കൂറാണ് എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 2.5 മണിക്കൂർ 150 മാർക്കിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും? 150 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ നമുക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേട്ടറ്റ് എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇപ്പൊ PSC എക്സാമിന് പോവുകയാണെങ്കിൽ അവിടെ എന്താണ്, നമ്മുടെ ഉത്തരം ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് മാർക്ക് വരും. പക്ഷെ കേട്ടറ്റ് എക്സാമിന് എന്തില്ല, അങ്ങനെ ഒരു നെഗറ്റീവ് മാർക്ക് ഇല്ല. കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോയിന്റ് നമുക്ക്, ഒരു മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ചോദ്യത്തിനും ഒരു മാർക്കാണ് അവിടെ കിട്ടുന്നത്. ഈ 150 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ 150 ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എത്ര കിട്ടി? 1 മിനിറ്റ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. ഇപ്പൊ മാത്സ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് അതൊരു ഇച്ചിരി പാടായിട്ട് വരിക അല്ലെ. 1 മിനിറ്റ് കൊണ്ട് ഒരു മാത്സില് പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടാവണം അല്ലെ. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് കൃത്യമായ രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാം ഹാളിൽ പോയിരുന്ന് 1 മിനിറ്റ് കൊണ്ട് ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, 150 മാർക്കിലാണ് കേട്ടറ്റ് എക്സാം നടക്കുന്നത്. കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം 150 മാർക്കിൽ തന്നെയാണ് നടക്കുന്നത്. കാറ്റഗറി 3ഉം അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു എത്രയാണ്, ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം, ഓരോ ചോദ്യത്തിനും 1 മിനിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. 2.5 മണിക്കൂറാണ് എക്സാം വരുന്നത്. ഇനി കേട്ടറ്റ് കാറ്റഗറി 1ന്റെ സിലബസ് എടുത്തു നോക്കുമ്പോൾ അതിലെ ആദ്യത്തെ പാർട്ടായിട്ട് കൊടുക്കുന്നത് സൈക്കോളജിയാണ്. ആദ്യത്തെ പാർട്ടായിട്ട് വരുന്നത് സൈക്കോളജിയാണ്. 30 ചോദ്യങ്ങളാണ് സൈക്കോളജിയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. 30 ചോദ്യങ്ങള് 30 മാർക്കും നിങ്ങൾക്ക് അവിടെ കിട്ടും. അവിടെ സൈക്കോളജിയിൽ നമുക്ക് ഒരുപാട് തിയറീസ് വരുന്നുണ്ട്, പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. പല പല കോൺസെപ്റ്റുകളും അവിടെ വരുന്നുണ്ട്. അപ്പൊ ആ ഭാഗങ്ങളിൽ നിന്നും 30 ചോദ്യങ്ങൾ വരുന്നു. 30 മാർക്ക് നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ലാംഗ്വേജ് 1 എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. 5 പാർട്ടായിട്ടാണ് കേട്ടിട്ട് 1ന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈ 5 ഭാഗങ്ങളിൽ നിന്നും 30 ചോദ്യങ്ങൾ വീതം 30 മാർക്ക്, അങ്ങനെയാണ് 150 മാർക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പൊ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ലാംഗ്വേജ് 1 ആണ്. ഈ ലാംഗ്വേജ് 1 ആയിട്ട് നമ്മൾ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഏതൊക്കെ ലാംഗ്വേജ് തന്നിട്ടുണ്ട്? മലയാളം, കന്നഡ, തമിഴ്. ഈ 3 ലാംഗ്വേജിൽ നിന്നും ഏത് ലാംഗ്വേജ് ആണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, ഏത് ലാംഗ്വേജ് ആണോ നമുക്ക് കുറച്ചും കൂടി അറിയാവുന്നത്, നമ്മൾ പഠിക്കുന്നത്, അതാണ് നമ്മൾ ലാംഗ്വേജ് 1 ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ലാംഗ്വേജ് 2 ആണ്. ലാംഗ്വേജ് 2 ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്. ഓക്കെ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് ആണ് നമുക്ക് ലാംഗ്വേജ് 2 ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അവിടെ നിന്നും 30 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 30 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് EVS ആണ് അല്ലെ, എൻവയോൺമെന്റൽ സയൻസ്. അപ്പൊ എൻവയോൺമെന്റൽ സയൻസിൽ നിന്ന് 30 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 30 മാർക്ക് നമുക്ക് കിട്ടും. ലാസ്റ്റ് പോർഷൻ ആണ് ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. 30 മാർക്കാണ്. 30 ചോദ്യങ്ങളും അവിടെ നിന്നും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, ആദ്യത്തെ 4 ഭാഗങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഏറ്റവും അവസാനമാണ് എങ്ങോട്ടേക്ക് എത്തുന്നത്? മാത്തമാറ്റിക്സിലോട്ട് എത്തുന്നത്. അപ്പൊ സാധാരണഗതിയിലെ കുട്ടികൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചെങ്കിൽ ഏറ്റവും അവസാനമാണ് അവർ മാത്സ് കാണുന്നത്. അപ്പൊ ഏറ്റവും അവസാനം ഈ മാത്സ് കാണുമ്പോൾ നമ്മുടെ കയ്യിൽ ആകെ 1/2 മണിക്കൂറേ ഉണ്ടാവുള്ളൂ അല്ലെ. ഈ 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ 30 മാത്സ് ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എന്തുണ്ടായിരിക്കണം? മാത്സിലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ആദ്യമായിട്ട് മാത്സിലെ പ്രോബ്ലംസ് കാണുന്ന, അതല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ പഠിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പൊ മാത്സിലെ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ,
അപ്പോ ഇങ്ങനെ 5 ഭാഗങ്ങളാണ് കേട്ടറ്റ് കാറ്റഗറി 1 നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആണല്ലോ കേട്ടറ്റ് കാറ്റഗറി 1 ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2ഉം നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഏത് ലാംഗ്വേജിലാണോ എക്സാം എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആണോ നമ്മൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ്. ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ മലയാളം അപ്ലൈ ചെയ്തു, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എനിക്ക് കന്നഡ ഇഷ്ടമായി, തമിഴ് ഇഷ്ടമായി, എന്നാൽ ഞാൻ അത് ചെയ്യാം എന്ന് വിചാരിക്കരുത്. കാരണം എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ ലാംഗ്വേജ് 1 ആയിട്ട് ചൂസ് ചെയ്തത് മലയാളമാണ്. സോ എന്റെ സെക്കൻഡ് പാർട്ടിൽ എനിക്ക് മലയാളം ചോദ്യങ്ങൾ മാത്രം മതി എന്നുള്ള രീതിയിലല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. അവിടെ കൃത്യമായിട്ട് മലയാളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, കന്നഡയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, തമിഴ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ ഏതാണോ അപ്ലൈ ചെയ്യുമ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത് ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ OMR ഷീറ്റിൽ മാർക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇനി നമുക്കറിയാം കേട്ടറ്റ് എക്സാം എന്താണ്? പേപ്പർ പെൻ എക്സാം ആണ് അല്ലെ? ഓൺലൈൻ എക്സാം അല്ല, പേപ്പർ പെൻ എക്സാം ആണ്. നമ്മൾ ഒരു തവണ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റി അടുത്ത വേറൊരു ഓപ്ഷനിൽ കൊണ്ടുപോയിട്ട് ബബിൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു തവണ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈനൽ ആണ്. അല്ലാത്ത പക്ഷം നമ്മൾ ഒരേ ക്വസ്റ്റ്യന് തന്നെ 2 ഓപ്ഷൻ നമ്മൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്? ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെടും, അത് വിലയിരുത്തില്ല അവര്. അപ്പൊ അതൊക്കെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കേട്ടറ്റ് കാറ്റഗറി 2 ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഇപ്പൊ കേട്ടറ്റ് കാറ്റഗറി 1 നമുക്കറിയാം എന്താണ്? ലോവർ പ്രൈമറി ലെവലിലേക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ്. ഇനി കേട്ടറ്റ് 2 എന്ന് പറയുന്നത് എന്താണ്? അപ്പർ പ്രൈമറി ലെവലിലോട്ട് പഠിപ്പിക്കാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെയും നമുക്ക് ആദ്യത്തെ പാർട്ടിൽ കാണാൻ പറ്റുന്നത് സൈക്കോളജിയാണ്. 30 മാർക്ക് തന്നെയാണ് ഇവിടെയും സൈക്കോളജി നമുക്ക് കിട്ടുന്നത്. 30 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 30 മാർക്കും നമുക്ക് അവിടെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പഠിച്ചത് ഇംഗ്ലീഷിലാണ്. ഇപ്പൊ സൈക്കോളജി ഞാൻ പഠിച്ചത് ഇംഗ്ലീഷിലാണ്, പക്ഷെ അവിടെ എന്താണ്? ഞാൻ ലാംഗ്വേജ് 1 ആയിട്ട് മലയാളമാണ് എടുത്തത്. അതുകൊണ്ട് എന്റെ എല്ലാ ക്വസ്റ്റ്യൻസും മലയാളത്തിലാവും എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. ഒരു സൈഡിൽ മലയാളം ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും, തൊട്ടപ്പുറത്തെ സൈഡിൽ തന്നെ അതിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മീഡിയത്തിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഏത് മീഡിയം ആണോ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ട് വരുന്നത് ആ ലാംഗ്വേജിൽ നിങ്ങൾ പഠിക്കുക, ക്വസ്റ്റ്യൻസ് നോക്കുക, കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് സൈക്കോളജി തന്നെയാണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ലാംഗ്വേജ് 1 ആണ്. ഓക്കെ, കാറ്റഗറി 2 സെക്കൻഡ് പാർട്ട് എന്താണ്? ലാംഗ്വേജ് 1 തന്നെയാണ്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്യണം. ഈ ചൂസിങ് നടക്കുന്നത് എപ്പോഴാണ്? നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുമല്ലോ. അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ലാംഗ്വേജ് 1 ആയിട്ട് ഇന്നത് സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണ്? മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ. ഓക്കെ, ഈ 4 ലാംഗ്വേജിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ലാംഗ്വേജ് 1 ആയിട്ട് ചൂസ് ചെയ്യാം. 30 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ലാംഗ്വേജ് 1 നിന്നും നമുക്ക് കിട്ടുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ മലയാളം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, തമിഴ് ഉണ്ടായിരിക്കും, കന്നഡ ഉണ്ടായിരിക്കും. നമ്മൾ ഏതാണോ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ളത് ആ ലാംഗ്വേജിലെ ചോദ്യങ്ങൾ നിങ്ങൾ വായിക്കുക. അതിന്റെ ഉത്തരങ്ങൾ മാത്രം നിങ്ങൾ എവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി? OMR ഷീറ്റിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതുവരെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ഹെൽപ്പും കൂടെയാണ് ഇവിടെ തരുന്നത്. ഇനി ലാംഗ്വേജ് 2 ആയിട്ട് നമുക്ക് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്, ഉറുദു, സാൻസ്ക്രിറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് 2 ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നിന്നും 30 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരാറുള്ളത്. അപ്പൊ ചില കുട്ടികൾ എന്ത് ചെയ്യും? ലാംഗ്വേജ് 1 ആയിട്ട് മലയാളം സെലക്ട് ചെയ്തു. ഇനി ലാംഗ്വേജ് 2 ആയിട്ട് നമുക്ക് ഓപ്ഷനിൽ എന്ത് കിടപ്പുണ്ട്? മലയാളം കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മലയാളം സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം ആണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പിന്നെ നമുക്ക് അതേ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യണം. ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ലാംഗ്വേജ് 1 ആയിട്ട് എന്ത് ചെയ്യും? ഇംഗ്ലീഷ് സെലക്ട് ചെയ്യും. ലാംഗ്വേജ് 2 ആയിട്ടും എന്ത് കിടപ്പുണ്ട്? ഇംഗ്ലീഷ് കിടപ്പുണ്ട് ഓപ്ഷനിൽ. വീണ്ടും എനിക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, രണ്ടും സെയിം ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പോ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ മലയാളം സെലക്ട് ചെയ്തു, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷോ ഹിന്ദിയോ അറബിക്കോ ഉറുദുവോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഈ സെലക്ഷൻ കൊടുക്കുന്നത് പിന്നെയും പറയുകയാണ്, അപ്ലൈ ചെയ്യുന്ന സമയത്താണ് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ 4ാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്.
നമ്മൾക്കിപ്പോ ഏത് സബ്ജക്ട്, ഇപ്പൊ സോഷ്യൽ സയൻസ് സ്ട്രീമിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ നമ്മൾ ചെയ്യുന്നത്, അതല്ലെങ്കിൽ അതാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇനി അതല്ലെങ്കിൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഈ ചൂസിങ് നടക്കുന്നത് എക്സാം ഹാളില് പോയിരുന്നിട്ടാണ്. ഓക്കെ, അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ടായിരിക്കും, സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ഞാന് സോഷ്യൽ സയൻസ് സ്ട്രീമിൽ പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ആണ് ഞാൻ പഠിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, OMR ഷീറ്റില് സോഷ്യൽ സയൻസ് എന്ന് കൊടുത്തിട്ടുള്ള ഭാഗത്ത് ബബിൾ ചെയ്യാം, അതിന്റെ ക്വസ്റ്റ്യൻസ് വായിച്ച് അതിന്റെ ഉത്തരങ്ങൾ കൊടുക്കാം. ഒരിക്കലും നമ്മൾ കാറ്റഗറി 2 എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ സയൻസ് ആണോ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ആണോ എന്നുള്ളത് കൊടുക്കുന്നില്ല. ഓക്കെ, അത് നടക്കുന്നത് എവിടെ വെച്ചാണ്, നമ്മുടെ എക്സാം ഹാളില് ഇരുന്നിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, എക്സാം ഹാളിൽ പോയിരുന്ന് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് സോഷ്യൽ സയൻസിലെ എക്സാം എഴുതാം എന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ. ഓൾറെഡി നമ്മൾ ഇന്നതാണ് പഠിക്കുന്നത്, അപ്പൊ ഇന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് മൈൻഡിൽ ഉണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യാ, കൃത്യമായിട്ട് കൊടുക്കാം. ഒരിക്കലും സോഷ്യൽ സയൻസ് പഠിച്ചു ബബിൾ ചെയ്യുമ്പോൾ ഞാൻ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യപ്പെടില്ല, ആ OMR ഷീറ്റ് പിന്നെ വിലയിരുത്തപ്പെടില്ല. ഓക്കെ, അപ്പൊ അത് കൃത്യമായ രീതിയിൽ ബബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് സബ്ജക്ട് പഠിച്ചിട്ടുള്ളവര് അത് ബബിൾ ചെയ്യുക, അതിന്റെ ക്വസ്റ്റ്യൻസ് വായിച്ച് ഉത്തരങ്ങൾ ശരിയായ രീതിയിൽ കൊടുക്കുക. സോഷ്യൽ സയൻസ് ആണ് ഞാൻ പഠിക്കുന്നത്, അപ്പൊ ആ ചോദ്യങ്ങൾ വായിക്കുക, അതിന്റെ ഉത്തരങ്ങൾ കൊടുക്കുക. അപ്പോ 60 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, നമ്മുടെ ഒരു 4ാമത്തെ പാർട്ടിൽ, അതായത് സോഷ്യൽ സയൻസ് ഓർ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നുള്ള ഭാഗത്ത് നിന്നും 60 ചോദ്യങ്ങളാണ് വരുന്നത്. ടോട്ടൽ നമുക്ക് 150 മാർക്കിനുള്ള എക്സാം ആണ് നടക്കുന്നത്. ഇവിടെയും നമുക്ക് സമയം 2.5 മണിക്കൂറാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ മാത്സ് ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സോഷ്യൽ സയൻസ് പഠിക്കുക. അവിടെ മാത്സും കാര്യങ്ങളൊന്നും വരുന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, സിവിക്സ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. മാത്സ് ഇല്ല എന്ന് മാത്രം. അപ്പൊ സാധാരണഗതിയിൽ കുട്ടികൾക്ക് എന്താണ്, മാത്സിനോട് ഇച്ചിരി പേടിയുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് സോഷ്യൽ സയൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ അത് നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. എന്ത് ചെയ്യുക, മാർക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? 5 പാർട്ട് ആയിട്ടാണ് കാറ്റഗറി 1 ക്വസ്റ്റ്യൻസ് വരുന്നത്. കാറ്റഗറി 2 വരുമ്പോൾ അത് 4 പാർട്ട് ആയിട്ട് മാറുന്നുണ്ട്. അവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് 4ാമത്തെ പാർട്ടിൽ വരുന്നത്. 60 മാർക്കിനുള്ള ചോദ്യങ്ങൾ. ഇവിടെ ഈ 60 മാർക്കിന്റെ കൂട്ടത്തിൽ നമ്മുടെ സബ്ജക്ട് പെഡഗോജി കുറച്ച് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം 20 ക്വസ്റ്റ്യൻസ് സബ്ജക്ട് പെഡഗോജിയിൽ നിന്നുമാണ് വരുന്നത്. അങ്ങനെയാണ് അവിടെ 60 മാർക്ക് നമുക്ക് കിട്ടുന്നത്. സെറ്റ് ആണല്ലോ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കാറ്ററ്റ് കാറ്റഗറി 1 കാറ്റഗറി 2 സൈക്കോളജിയുടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സിലബസ് ആണ്. അപ്പൊ അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള വലിയ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് സൈക്കോളജിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതിൽ ഏതൊക്കെ കോൺസെപ്റ്റ് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സാധാരണഗതിയിലെ കാറ്ററ്റ് കാറ്റഗറി 1 കാറ്റഗറി 2 ഒരേപോലെയുള്ള കോൺസെപ്റ്റുകളാണ് സൈക്കോളജിയുടെ ഭാഗത്തു നിന്നും വരാറുള്ളത്. ഇപ്പൊ ഒരുപാട് കുട്ടികൾ കാറ്ററ്റ് കാറ്റഗറി 1 കാറ്ററ്റ് കാറ്റഗറി 2 ഒന്നിച്ച് എഴുതുന്നുണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെ ആണെങ്കിലും പഠിക്കുമ്പോൾ എങ്ങനെയാണ്, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചു പോകുന്നത്. അപ്പൊ നമുക്ക് ആ സിലബസ് ഒന്ന് നോക്കിയാലോ. സൈക്കോളജിയുടെ സിലബസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്നാണ് നമ്മുടെ സിലബസ്, സൈക്കോളജിയുടെ സിലബസ് കൊടുത്തിട്ടുള്ളത്. 30 ചോദ്യങ്ങളാണ് സൈക്കോളജി എന്ന് വരുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. ഇതിലെ ആദ്യത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് എന്നാണ്. ഓക്കെ, ഇവിടെ കുറെ കോൺസെപ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നും 15 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 15 മാർക്കുമാണ് ഈ ഒരു ഏരിയക്ക് അവർ കൊടുത്തിട്ടുള്ളത്. ഇനി എന്തൊക്കെ കോൺസെപ്റ്റുകളാണ് നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നും പഠിക്കേണ്ടത്? എന്തൊക്കെയാണ്? മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് ചൈൽഡ് ബിഹേവിയർ അല്ലെ. നമ്മള് അനക്ഡോട്ടൽ റെക്കോർഡ് പഠിക്കുന്നുണ്ട്, ക്യുമുലേറ്റീവ് റെക്കോർഡ് പഠിക്കുന്നുണ്ട്, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ്, ക്ലിനിക്കൽ മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്, ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ്, അതുപോലെ തന്നെ ടൂൾസ്, ടെക്നിക്സ് അല്ലെ. കുട്ടികളുടെ ഭാഗത്ത് നിന്നും അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ടുള്ള പല ടൂൾസ് ഉണ്ട്, മെത്തേഡ്സ്, ടെക്നിക്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ആദ്യത്തെ ഭാഗത്താണ്. പിന്നെന്താണ്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ. ഡെവലപ്മെന്റും ഗ്രോത്തും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ഒരാളുടെ ഒരു എൻറ്റയർ
പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡെവലപ്മെന്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ ഡൊമൈൻസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്, പല പല ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിയറീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ഓൺ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്താണ് ഹെറിഡിറ്റി, അതിന്റെ ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മുടെ എൻവയോൺമെന്റിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു. പിന്നെ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വലിയ നമ്മുടെ സിലബസിന്റെ ഒരു 3/4 ഭാഗം എന്ന് വേണം നമുക്ക് എന്തിനെ പറയാം, ലേണിങ്ങിനെ പറയാം. അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലേണിംഗ്. എന്താണ് ലേണിംഗ് കർവ്സ് വരുന്നുണ്ട്, തിയറീസ് ഓഫ് ലേണിംഗ് വരുന്നുണ്ട്, ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് എങ്ങനെയാണ് നടക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ, കണ്ടീഷനിങ് തിയറി, ഇൻസൈറ്റ് ലേണിംഗ് തിയറി, കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറീസ്, അതുപോലെ തന്നെ സോഷ്യൽ കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറീസ്, ഇങ്ങനെ ഒരുപാട് തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ്. ഇവ രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയാണ് പോകുന്നത്, എന്തെങ്കിലും ഇപ്പൊ ഡെവലപ്മെന്റ് നടന്നു കഴിഞ്ഞാലാണോ ലേണിംഗ് നടക്കുന്നത്, ലേണിംഗ് നടന്നിട്ടാണോ ഡെവലപ്മെന്റ് നടക്കുന്നത്, ഇവരെങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു. അതിനുശേഷം നമ്മൾ പിയാഷെയുടെയും കോൾബർഗിന്റെയും വൈഗോട്സ്കിയുടെയും തിയറീസ്, അവരുടെ പേഴ്സ്പെക്റ്റീവ്സ്, അവര് ഉൾപ്പെടുന്ന ആസ്പെക്ട് ഓഫ് ഡെവലപ്മെന്റ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു. അടുത്തതാണ് ചൈൽഡ് സെന്റേർഡ് ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അവിടെ ആക്ടിവിറ്റി ബേസ്ഡ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള മെത്തേഡ്സ്, ട്യൂട്ടറിംഗ് മെത്തേഡ്സ്, ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ലേണിംഗ് പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള തിയറീസ് ഉണ്ട് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറീസ്. സ്പിയർമാന്റെ തിയറി വരുന്നുണ്ട്, ഗിൽഫോർഡിന്റെ തിയറി വരുന്നുണ്ട്, തേഴ്സന്റെ തിയറി വരുന്നു, ഗാർട്ട്നറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി വരുന്നുണ്ട്, റൈമൺ കാറ്റലിന്റെ തിയറീസ് വരുന്നുണ്ട്, ഫ്ലൂയിഡ് ഇന്റലിജൻസ്, ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? തിയറീസ് ഓഫ് ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ പറ്റി, അല്ലെ, പിയാഷെയുടെയും വൈഗോട്സ്കിയുടെയും നോം ചോംസ്കിയുടെയും ലാംഗ്വേജ് ഡെവലപ്മെന്റും അതുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറീസ് നമുക്ക് ഈ ഒരു ആദ്യത്തെ ഭാഗത്താണ് പഠിക്കാനുള്ളത്. ഇനി ജെൻഡർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ജെൻഡർ റോൾസ്, ജെൻഡർ ഐഡന്റിറ്റി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ബയാസ്, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അല്ലെ, ക്ലാസ് റൂമില് പലതരത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ പ്രത്യേകതകൾ എന്താണ്, എങ്ങനെയാണ് അവരെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ് തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റ് ആണ് CCE എന്ന് പറയുന്നത്, അല്ലെ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇവാലുവേഷൻ മെത്തേഡാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളത്. ഒരു കുട്ടിയുടെ സമഗ്ര വികസനം ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതെന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അല്ലെ, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനോടൊപ്പം തന്നെ പോകുന്ന ഒരു കാര്യമാണ് ഇവാലുവേഷൻ എന്നുള്ള രീതിയിലോട്ടാണ് നമ്മൾ ഇന്ന് കണക്കാക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അവിടെ നമുക്ക് പലതരത്തിലുള്ള ഗ്രേഡിംഗ്, അല്ലെ, ഗ്രേഡസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നുമാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അപ്പോ അതുപോലെ തന്നെ എന്താണ് ഈ ഗ്രേഡിംഗ്? പലതരത്തിലുള്ള ഗ്രേഡിംഗ് ഉണ്ട്. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് വരുന്നുണ്ട്, റിലേറ്റീവ് ഗ്രേഡിംഗ്, കമ്പാരിറ്റീവ് ഗ്രേഡിംഗ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ഗ്രേഡിങ്ങുകളെ പറ്റി പഠിക്കുന്നു. പിന്നെ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പേഴ്സണാലിറ്റി എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടിരുന്ന ഒരുപാട് തിയറീസും നമുക്ക് പഠിക്കാനുണ്ട്. ടൈപ്പ് അപ്രോച്ച് വരുന്നുണ്ട്, ട്രേറ്റ് അപ്രോച്ച് വരുന്നുണ്ട്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, സൈക്കോ അനലറ്റിക് അപ്രോച്ച്, അല്ലെ, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ പഠിക്കുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഈ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയിൽ നിന്ന് തന്നെ 3-4 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് എല്ലാ തവണയും ചോദിക്കാറുള്ളത്. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് ആയിരുന്നു. ഇനി രണ്ടാമത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അല്ലെ, നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റിയും CWSN ചിൽഡ്രനെ പറ്റിയുമാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. 5 ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്.
അപ്പൊ ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, സെപ്പറേറ്റഡ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ എക്സെപ്ഷണൽ ചിൽഡ്രനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. ഇപ്പോ മെന്റലി റിട്ടയർഡ് ചിൽഡ്രൻ വരുന്നുണ്ട്, ഗിഫ്റ്റഡ് ചിൽഡ്രൻ വരുന്നു, സോഷ്യലി ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള കുട്ടികൾ വരുന്നുണ്ട്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ വരുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കുട്ടികളെ പറ്റി നമ്മൾ പഠിക്കും. അപ്പൊ എന്താണ് അവരുടെ പ്രത്യേകത, എന്തുകൊണ്ടാണ് അവർ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്, എങ്ങനെയാണ് അവർക്ക് ഒരു സ്പെഷ്യൽ കെയറും അറ്റൻഷനും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്, ഏത് രീതിയിലാണ് അവർ നമ്മൾ കാര്യങ്ങളെ പഠിപ്പിച്ചെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഒരു സെക്കൻഡ് ഏരിയയിലാണ്. 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, എങ്ങനെയാണ് ക്രിയേറ്റിവിറ്റിയെ നമ്മൾ കൂട്ടേണ്ടത്, ഇപ്പൊ ലാറ്ററൽ തിങ്കിങ്, ബ്രെയിൻ സ്റ്റോമിങ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറെ അധികം ക്രിയേറ്റിവിറ്റീനെ എൻഷുർ ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടുന്ന ചില മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കുന്നു. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പാർട്ടാണ് ലേണിംഗ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്നത്. ഇവിടെ 10 ചോദ്യങ്ങളാണ് പെഡഗോജിയുടെ ഭാഗത്ത് നിന്നും വരുന്നത്. നമ്മൾ സൈക്കോളജിയുടെ ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ള തിയറീസിൽ നിന്നും പ്രിൻസിപ്പിൾസിൽ നിന്നും ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് പെഡഗോജിയിൽ കാണാൻ പറ്റുക. ഒരു റിയൽ ക്ലാസ് റൂമിൽ നിന്നിട്ട് ഒരു ടീച്ചർ എങ്ങനെയാണ് കുട്ടികളെ ഡീൽ ചെയ്യേണ്ടത്, ഇനി അല്ലെങ്കിൽ ഒരു കുട്ടിയായി നിന്നിട്ട് എങ്ങനെയുള്ള ക്ലാസ്സുകളാണ് കുട്ടികൾ പ്രതീക്ഷിക്കുന്നത്, ഒരു പാരന്റ് ആയി നിന്നുകൊണ്ട് അധ്യാപകർ എങ്ങനെ പെരുമാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്താണ് ചിലപ്പോൾ പാരന്റ് ആയി നിൽക്കേണ്ടി വരും, ചിലപ്പോൾ കുട്ടിയായിട്ട് നിൽക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു ടീച്ചറായിട്ട് നിൽക്കേണ്ടി വരും. അപ്പൊ ഇവിടെ പെഡഗോജി ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികള് അത്രയും ഏബിൾഡ് ആയിട്ടുള്ള എബിലിറ്റി ഉള്ള കുട്ടികളാണ്, അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതല്ലെങ്കിൽ അതിനെ എന്താണ് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യൽ മാത്രമാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്, അധ്യാപകരുടെ ജോലി. അതല്ലാതെ അധ്യാപകർ അറിയാവുന്ന കാര്യങ്ങൾ ഫുള്ള് അതേപോലെ തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കുട്ടികൾക്ക് ഇമ്പാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ടീച്ചറായി നിൽക്കുമ്പോൾ എപ്പോഴും എന്തായിട്ട് കാണുക, ഒരു ഐഡൽ ടീച്ചറായിട്ട് നിന്നിട്ട് വേണം ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാനായിട്ട്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് വെക്കുക. എങ്ങനെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്, ഒരു ടീച്ചറുടെ ഭാഗത്ത് നിന്നും എങ്ങനെയാണ് കുട്ടികളെ ഡീൽ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പെഡഗോജിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പെഡഗോജി നമുക്കൊന്നുകൂടി അറിയണമെങ്കിൽ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് എന്താണ്, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യലാണ്. കാരണം പല രീതിയിലുള്ള പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണ് ഇതിനെങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ള ഐഡിയ കുട്ടികൾക്ക് കിട്ടുക. ഇവിടെയൊക്കെ നമുക്ക് എന്താണ് വരേണ്ടത്, ഒരു ഇൻസൈറ്റ് ലേണിംഗ് ആണ് നടക്കേണ്ടത്, അല്ലെ? കോൺസെപ്റ്റുകളിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളല്ല വരുന്നത്, മറിച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസൈറ്റ് ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, വളരേണ്ടത്. കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അല്ലെ? അത് വളർത്തിയെടുത്തിട്ട് വേണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട്. ഓക്കെ, പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലൂംസ് ടാക്സോണമി നമ്മൾ പഠിക്കുന്നു, മൈക്രോ ടീച്ചിങ് സ്കിൽസ്, മൈക്രോ ടീച്ചിങ്, അതേപോലെ തന്നെ മോഡൽസ് ഓഫ് ടീച്ചിങ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ എയ്ഡ്സ്, അല്ലെ? പലതരത്തിലുള്ള സ്ട്രാറ്റജീസ്, മെത്തേഡ്സ്, ഇതൊക്കെ നമ്മൾ എവിടെ യൂസ് ചെയ്യാറുണ്ട്, ക്ലാസ് റൂമിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പല പല ഉപകരണങ്ങളുടെ ഒരു കാറ്റഗറൈസേഷൻ, അതൊക്കെ നമ്മൾ ഏതിന്റെ ഭാഗമായിട്ട് പഠിക്കും, പെഡഗോജിയുടെ ഭാഗമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കാറ്റഗറി 1ന്റെ സൈക്കോളജി സിലബസ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ലേണിംഗും ചൈൽഡ് ഡെവലപ്മെന്റും ആണ്. 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ലേണിംഗ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് വരുന്നത്. ഇനി നമുക്ക് കേട്ടറ്റ് കാറ്റഗറി 2ന്റെ സൈക്കോളജി സിലബസ് നമുക്ക് നോക്കാം. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്കിനുള്ള 30 ചോദ്യങ്ങൾ തന്നെയാണ്. പാർട്ട് 1ൽ തന്നെയാണ് ഇവിടെയും സൈക്കോളജി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഏതാണ്ട് ഒരേ കാര്യങ്ങൾ തന്നെയാണ് കാറ്റഗറി 1നും 2നും നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. ഇവിടെ അപ്പർ പ്രൈമറി ലെവലിലുള്ള കുട്ടികളെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, കുട്ടികൾക്ക് കുറച്ചും കൂടി കാര്യവിവരം വരുന്ന ഒരു സമയമാണ്, അല്ലെ? അപ്പൊ 15 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ഭാഗത്ത് നിന്നായിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഭാഗത്തു നിന്നും ചോദ്യം വരുന്നത്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ലേണിങ്ങിനെ
ഹെറിഡിറ്റിയും എൻവയോൺമെന്റും എങ്ങനെയാണ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നു. സോഷ്യലൈസേഷൻ പ്രോസസ്സിനെ പറ്റിയും സോഷ്യലൈസേഷൻ ഏജൻസീസിനെ പറ്റിയും നമ്മൾ ആദ്യത്തെ ഒരു ഭാഗത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം ആളുകളുണ്ട് അല്ലെ. ഇപ്പൊ സോഷ്യൽ ഡെവലപ്മെന്റ്, മോറൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ആസ്പെക്ട്സ് ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറീസും അതിലെ ആളുകളെയും ഒക്കെ നമ്മൾ പരിചയപ്പെടുന്നു. ഇനി രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റിയാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സും അവർക്ക് വേണ്ടി വന്നിട്ടുള്ള ആക്ടുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മള് എക്സെപ്ഷണൽ ചിൽഡ്രനെ പറ്റി പഠിക്കുന്നുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റിയും നമ്മൾ പഠിക്കുന്നു അല്ലെ. എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്? ലേണിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇപ്പോ ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ, അങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ലേണിംഗ് ഡിസേബിൾഡ് ഭാഗമായിട്ട് കാണുന്നത്. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഗിഫ്റ്റഡ് ആയിരിക്കാം, ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കാം, അതേപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കുട്ടികളെ പറ്റിയൊക്കെയാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്, എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു പോർഷനിൽ പഠിക്കുന്നത്. ഇനി ലാസ്റ്റത്തെ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ അവിടെ ലേണിംഗ് ആൻഡ് പെഡഗോജി. കണ്ടോ, മൂന്നും എന്താണ്, ഇപ്പൊ കാറ്റഗറി 1 നോക്കിയതുപോലെ തന്നെയാണ് കാറ്റഗറി 2 കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയും ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയും നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് കുട്ടികൾക്ക് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെ, നോളജ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ആര് തന്നെയാണ്, കുട്ടികൾ തന്നെയാണ് നോളജ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ മുന്നേ നമ്മളൊരു ബിഹേവിയറൽ മോഡലായിരുന്നു ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. ബിഹേവിയറൽ മോഡൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ ഞാൻ പിള്ളേർക്ക് കൊടുക്കുന്നു. പിള്ളേർ എന്ത് ചെയ്യുന്നു, കണ്ണു അടച്ച് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. അവിടെ നടക്കുന്നത് ശരിയായിട്ടുള്ള രീതിയിലുള്ള ലേണിംഗ് അല്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് കൺസ്ട്രക്റ്റിവിസം ക്ലാസ് റൂമുകളാണുള്ളത്. കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, കുട്ടികൾക്ക് അറിവ് നിർമ്മിക്കാനായിട്ടുള്ള കഴിവുണ്ട്. ആ കഴിവിനെ എന്ത് ചെയ്താൽ മതി, ഒന്ന് പൊടി തട്ടിയെടുക്കാനായിട്ടുള്ള സിറ്റുവേഷൻസ്, അവസരങ്ങൾ ആര് പ്രൊവൈഡ് ചെയ്താൽ മതി, ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്താൽ മതി. അതല്ലാതെ ഞാൻ ടീച്ചറാണ്, ഞാൻ പറയുന്നത് പോലെ മാത്രമേ നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ള മൈൻഡ് സെറ്റ് ഒക്കെ ഇപ്പോ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടക്കേണ്ടത്. ഇപ്പോ ക്ലാസ് റൂമിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ചില കുട്ടികളുണ്ടാവും. അപ്പൊ അവരെ എങ്ങനെയാണ് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ഡീൽ ചെയ്യേണ്ടത്. ഇപ്പോ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും നമ്മൾ ഹോംവർക്ക് ചെയ്തു വരാൻ പറയുന്നു. അപ്പൊ ക്ലാസ്സിലെ 2-3 കുട്ടികൾ ചെയ്യാതെ വരുന്നു, അത് സ്ഥിരമായിട്ടൊരു പരിപാടിയായിട്ട് മാറുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, എന്തുകൊണ്ടാണ് അവർ ഹോംവർക്ക് ചെയ്യാത്തത് എന്നുള്ളത് മനസ്സിലാക്കലാണ് ഒരു അധ്യാപികയുടെ ജോലി. അല്ലാതെ ഹോംവർക്ക് ചെയ്യാതെ വരുന്ന കുട്ടികളെ പിടിച്ച് തല്ലുക, ക്ലാസ്സിന് പുറത്ത് നിർത്തി ഇമ്പോസിഷൻ കൊടുക്കുക, ഇതൊന്നുമല്ല ശരിയായിട്ടുള്ള അധ്യാപന രീതി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്താവുന്നത്, നമ്മൾ എവിടെ പഠിക്കുന്നത്, ഈ 3ാമത്തെ സെഷനിൽ അല്ലെ, ലേണിംഗ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നും പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്ലിക്കേഷൻ ലെവൽ. നമുക്കൊരു ക്ലാസ് റൂമും കുട്ടികളെയും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അവരെ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരും എന്നുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മോട്ടിവേഷനും ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ, കുട്ടികൾ എങ്ങനെയാണ് മോട്ടിവേഷൻ കൊണ്ടുവരേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ കൺസ്ട്രക്റ്റിവിസം നമ്മൾ പറഞ്ഞു അല്ലെ, പിയാഷെ, ബ്രൂണർ, അതുപോലെ തന്നെ നമ്മുടെ വൈഗോട്സ്കി, ഒസുബെൽ തുടങ്ങിയിട്ടുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കൺസ്ട്രക്റ്റിവിസം. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതെങ്ങനെയാണ് ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, കുട്ടികളെ എങ്ങനെയാണ് ആക്റ്റീവ് ലേണേഴ്സ് ആക്കി മാറ്റുന്നത്, എങ്ങനെയാണ് അവരെ പ്രോബ്ലം സോൾവേഴ്സ് ആക്കിയിട്ട് മാറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. പേഴ്സണാലിറ്റി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. അപ്പൊ പേഴ്സണാലിറ്റി എന്താണ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറീസ് ഇത് ഓൾറെഡി നമ്മൾ എവിടെ കണ്ടതാണ്, കാറ്റഗറി 1 കണ്ടതാണ്. സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം അല്ലെ, നമുക്ക് ലൈഫിൽ എപ്പോഴും എന്താണ്,
നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല സംഭവിക്കുക. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വേദനകൾ, അതല്ലെങ്കിൽ ചില പരാജയങ്ങൾ, ചില നാണക്കേടുകൾ നമുക്ക് വരും. പക്ഷെ അങ്ങനെ പരാജയം വന്നു, നാണക്കേട് വന്നു എന്ന് വിചാരിച്ച് ഞാൻ അവിടെ സ്റ്റക്ക് ചെയ്ത് നിൽക്കല്ല ചെയ്യുക, അല്ലെ? ഓരോ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യും? അതിനെ ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന ചില ടെക്നിക്സ് ഉണ്ട്. അതാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തിൽ നമ്മൾ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ ഇനി ന്യായീകരിക്കും, ചിലപ്പോൾ നമ്മുടെ പരാജയത്തിന്റെ കാരണം വേറെ ആൾക്കാരാണെന്ന് നമ്മൾ പറയും, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോമ്പൻസേഷൻസ് നടത്തും, സബ്ലിമേഷൻസ്, റിപ്രഷൻ, റിഗ്രഷൻ, സപ്രഷൻ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസ് ഇതൊക്കെ നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയെ കുറിച്ച് അറിയാനായിട്ടുള്ള പ്രൊജക്റ്റീവ് ടെക്നിക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നോൺ പ്രൊജക്റ്റീവ് ടെക്നിക്സും വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പഠിക്കണം, അത് ആരൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഈ കാറ്റഗറി 1-ന്റെയും കേട്ടിട്ട് കാറ്റഗറി 2-ന്റെയും സിലബസ് രണ്ടും സെപ്പറേറ്റ് എടുത്ത് നമ്മൾ നോക്കി, അല്ലെ? അപ്പൊ ഇതിൽ നിന്നും കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. രണ്ടു കൂട്ടർക്കും എന്തുണ്ട്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കാനുണ്ട്. ഇനി രണ്ടാമത്തെ എന്താണ്? ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഒരു വ്യക്തിയുടെ എല്ലാ തരത്തിലും വന്നിട്ടുള്ള, എല്ലാ മേഖലകളിലും വന്നിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ ഡെവലപ്മെന്റിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ മെന്റൽ ഡെവലപ്മെന്റ്, മോറല്, ഇമോഷണൽ, സോഷ്യൽ, ഇന്റലക്ച്വൽ, കൊഗ്നിറ്റീവ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എവിടെ പഠിക്കും? ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് രണ്ട് കാറ്റഗറിയിലും ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ലേണിംഗ് എന്ന് പറയുന്ന ഒരു കാര്യവും, ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി, CWSN. എന്താണ് CWSN? ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട് കേട്ടോ. പലതരത്തിലുള്ള ഗൈഡൻസ് ഉണ്ട്, പലതരത്തിലുള്ള കൗൺസിലിംഗും വരുന്നുണ്ട്. അപ്പൊ ബേസിക് ആയിട്ട് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ടൈപ്സ്, ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പൊ അതും നമുക്ക് കോമൺ ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പിന്നെ വരുന്നതാണ് ഈ പെഡഗോജി എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ കോമൺ ആയിട്ട് തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്? കുറെ അധികം ടോപ്പിക്സ് വരുന്നത്. അപ്പൊ സാധാരണഗതിയിൽ കേട്ടിട്ട് കാറ്റഗറി 1-ന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എന്താണ്? കാറ്റഗറി 2-ഉം അത്യാവശ്യം നല്ല രീതിയിൽ സൈക്കോളജി പ്രിപ്പയർ ചെയ്യാനായിട്ടും മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും പറ്റും. രണ്ടിന്റെയും സെയിം സിലബസ് തന്നെയാണ്. ഏതാണ്ട് ഒരു 90% നമുക്ക് എന്തായിട്ട് പറയാം? സെയിം സിലബസ് തന്നെയാണ് സൈക്കോളജിയിലേക്ക് വരുന്നത്. ഇപ്പൊ ലാംഗ്വേജ് എടുത്ത് നോക്കുവാണെങ്കിലും ഏതാണ്ടൊക്കെ ഇവര് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം? സൈക്കോളജി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. 30 മാർക്ക് നമുക്ക് പ്രത്യേകിച്ച് കണക്കുകൂട്ടലുകൾ ഒന്നുമില്ല, അത് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അത് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ആ മുഴുവൻ മാർക്കും നേടിയെടുക്കാനായിട്ട് ഉള്ള പ്രിപ്പറേഷൻസ് നടത്താം. ഇനി ഈ സൈക്കോളജിയിലെ പോർഷൻസ് എവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെ? അതല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻസ് കിട്ടുന്നത്? നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്സ് ഏതൊക്കെയാണ്? അപ്പൊ സൈക്കോളജിയിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ആദ്യം നിൽക്കുന്നത് നമ്മൾ DLED-ന് പഠിച്ചിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. അത് നമുക്ക് കൃത്യമായിട്ട് സൈറ്റിൽ നിന്നും എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്യാനായിട്ടും, അതല്ലെങ്കിൽ നമ്മൾ പഠിച്ച സമയത്തുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, സെയിം തന്നെയാണ് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വെക്കാൻ പറ്റുന്നത്. അപ്പൊ DLED ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഈ കോമൺ ടോപ്പിക്സിന്റെ എല്ലാത്തിന്റെയും ഇൻഫർമേഷൻസ് അവിടെ ഉണ്ട്. അത് കൃത്യമായ രീതിയിൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മാർക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വർക്ക്. ആ ഒരു ബുക്ക് നമ്മുടെ ശിവരാജൻ സാറിന്റെ ബുക്കാണ്. സാറിന്റെ ബുക്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സൈക്കോളജി പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് അവിടെ കോൺസെപ്റ്റുകളെ പറ്റി കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ തിയറീസിനെ പറ്റിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്ക്രിപ്റ്റീവ് മോഡലിലാണ് അവിടെ കോൺസെപ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാലോ, ജസ്റ്റ് തിയറി അത് കൊണ്ടുവന്നിട്ടുള്ള ആള് അത് മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ നിന്നും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ കിട്ടണമെങ്കിൽ ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയണം. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള രീതിയിലേക്ക് ശിവരാജൻ സാറിന്റെ ബുക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സൈക്കോളജിക്കൽ ബേസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അത് നമ്മുടെ അർജുൻ സാറിന്റെ വർക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഡെപ്ത് ആയിട്ട് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ് സൈക്കോളജിക്കൽ ബേസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അർജുൻ സാറിന്റെ വർക്കാണ്. ഇനി സൈക്കോളജി ഓഫ് ലേണേഴ്സ് എന്ന് പറയുന്ന ജമാലുദ്ദീൻ സാറിന്റെ ഒരു ബുക്ക് വരുന്നുണ്ട്. അതിലും അത്യാവശ്യം നല്ല രീതിയിൽ സൈക്കോളജി ടോപ്പിക്സ് നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ശിവരാജൻ സാറിന്റെ മലയാളത്തിലുള്ള ഒരു ബുക്കിന്റെ വേർഷനാണ് വിദ്യാഭ്യാസത്തിന്റെ മനഃശാസ്ത്ര ഭൂമിക എന്നുള്ളത്. സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷന്റെ ഒരു മലയാളം ടെക്സ്റ്റ് ബുക്കാണ് വിദ്യാഭ്യാസത്തിന്റെ മനഃശാസ്ത്ര ഭൂമിക എന്നുള്ളത്. അപ്പൊ ഇത്രയും ബുക്കുകൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യാം? 30-ൽ
30 കിട്ടും. ഇനിയിപ്പോ കാറ്ററ്റ് കാറ്റഗറി 2 എഴുതുന്ന കുട്ടികൾക്ക് അവരുടെ സബ്ജക്ട് പെഡഗോജിനെ കുറിച്ചുള്ള ഒരു ഐഡിയ എവിടെ നിന്ന് കിട്ടും? സൈക്കോളജിയുടെ ഭാഗത്തു നിന്ന് കിട്ടും. കാരണം സൈക്കോളജിയിലെ തിയറീസ് അപ്ലൈ ചെയ്തിട്ടുള്ളതാണല്ലോ പെഡഗോജി എന്ന് പറയുന്നത് അല്ലെ? എങ്ങനെയാണ് നമ്മൾ ക്ലാസ് റൂമിനെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ റെഫറൻസിംഗ് ഏരിയ പോകുന്നത്. സാധാരണഗതിയിൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏതൊക്കെ ബുക്കിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത്. ഇനി ഇത് കൂടാതെ ഒരുപാട് ഗൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഗൈഡുകളിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യാം? കോൺസെപ്റ്റുകൾ നല്ല പോലെ ഒന്ന് മനസ്സിലാക്കുക. കാരണം ഇവിടെ മാർക്ക് സ്കോർ ചെയ്യുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് നാളെ നിങ്ങൾ ഒരു അധ്യാപകരായി ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ അവിടെ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ തിയറീസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം അല്ലെ? എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോൾ അതിൽ 1-2 കുട്ടികള് അവിടെ തന്നെ പറഞ്ഞത് കേൾക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ അവരെ വെറുതെ ശിക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഒരിക്കലും അവിടെ എന്താകില്ല, നല്ല രീതിയിലുള്ള ലേണിംഗ് നടക്കില്ല. അപ്പോ ആ പ്രായത്തിലുള്ള കുട്ടികൾ, ഇപ്പൊ അഡോളസെന്റ് സൈക്കോളജി ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ കുട്ടികളുടെ സൈക്കോളജി, അവർ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ചില കുട്ടികൾ എന്ത് ചെയ്യും? എല്ലാ കുട്ടികൾക്കും ഒരേ റേറ്റിലല്ല ഡെവലപ്മെന്റ് നടക്കുന്നത്, അതിന് ഡിഫറെന്റ് റേറ്റിലാണ് നടക്കുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കുട്ടികളെ കുറിച്ച് മനസ്സിലാവണമെങ്കിൽ ഈ കോൺസെപ്റ്റുകൾ അറിയണം. അപ്പൊ അതിന് നിങ്ങൾ ഗൈഡുകളിലേക്ക് പോകുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വായിക്കുക. നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ സൈക്കോളജിയിൽ നമ്മളെ ടോപ്പിക്സ് എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ബുക്കുകളിൽ നിന്നുമാണ് റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നമ്മൾ ഇവിടെ സെറ്റ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ എന്ത് ചെയ്യും? ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത ഒരു കേട്ടിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ക്വാളിഫൈ ചെയ്യാനായിട്ട് നോക്കുക. എന്ത് ചെയ്യുക? എല്ലാവരും ടീച്ചറായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്കൂളുകളിലേക്ക് തിരിച്ചു പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അടുത്ത ഒരു വീഡിയോയില് പുതിയ ചില ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്